ഹോയ് വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. യെസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കിടിലോൽ ക്വസ്റ്റ്യനെ പഠിക്കുന്നത്. കിടിലോൽ എന്ന് പറഞ്ഞാൽ എന്ത് കിടിലാന്നറിയോ മക്കളെ? നിങ്ങളുടെ പരീക്ഷയ്ക്ക് നാളെ എന്നാണോ നിങ്ങളെ പരീക്ഷ നടക്കുന്നത് ആ പരീക്ഷൻ്റെ ദിവസത്തെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണും. മോസ്റ്റ് പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടിപൊളിയായിട്ട് ഈ സാധനം മുഴുവനായിട്ട് കാണണം. നല്ല കൺഫ്യൂസിംഗ് ആയിട്ട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സെക്ഷനാണ്. അതുകൊണ്ട് മുഴുവനായിട്ട് നിങ്ങൾ ക്ലാസ് കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഒരു കാതൽ സാധനം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒന്നും കിട്ടുകയല്ല കേട്ടോ. അതുകൊണ്ട് കൃത്യമായിട്ട് സാധനം എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി ഒരേ പൊളിയായിട്ട് ഈ ഒരു സാധനം പഠിച്ച് നമുക്ക് നോക്കാം ഏതാണെന്ന്. ക്ലാസ് കാണുന്നതിന് മുമ്പേ തന്നെ ലൈക്ക് അടിക്കുക. അതോടൊപ്പം തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ ഇട്ട് വെക്കുക. കാര്യം നിങ്ങളുടെ ഫീഡ്ബാക്കുകളാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ കേട്ടോ. അടിപൊളിയായിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഫീഡ്ബാക്ക് ഇട്ട് വെച്ചോ. ഞാൻ എൻ്റെ ഐഫോൺ വലുത് വാങ്ങിയിട്ടുണ്ട്. വലിയ ഫോണിൽ ഞാൻ എന്ത് ചെയ്തോളാം നിങ്ങളെ ഫീഡ്ബാക്കുകളൊക്കെ കണ്ടിട്ട് റീപ്ലൈ ഒക്കെ തരാം. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ചാപ്റ്ററിൽ ഏതാണ് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, അതായത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും എന്ന് പറയുന്ന ചോദ്യമാണ്. ദേ കണ്ട ക്വസ്റ്റ്യൻ ഇതാ ബോർഡ് മേലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ചോദ്യം പറഞ്ഞുതരാം. ഇതൊരു ചോദ്യമുള്ളൂ കുഞ്ഞോളെ. കുറേ ചോദ്യമുണ്ട്, പക്ഷെ ഒരു ചോദ്യം ചെയ്യാൻ തന്നെ അത്യാവശ്യം ബുദ്ധി എടുക്കണം. ഞാൻ പറഞ്ഞുതരാം. കേട്ടിരുന്നോ സംശയങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ കൊണ്ട് കേട്ടിരിക്കുക. ഇനി എവിടെ പോരുത് കേട്ടോ. നോക്ക്, ഫോർ ഈച്ച് പെയർ ഓഫ് നമ്പേഴ്സ് ഗിവൺ ബിലോ ഫൈൻഡ് ദ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ആൻഡ് ഓൾ ദ അതർ കോമൺ ഫാക്ടേഴ്സ്. ചുവടെയുള്ള സംഖ്യകളല്ല. ചുവടെയുള്ള സംഖ്യ പറഞ്ഞാൽ കുറേ ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ 3-4 പാർട്ടുകൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം 504ൻ്റെയും 540ൻ്റെയും പൊതുഘടകം കണ്ടുപിടിച്ചിട്ട് മറ്റ് പൊതുഘടകങ്ങളൊക്കെ കണക്കാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പോവാം, ഇതിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യം കുഞ്ഞോനെ ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? ആദ്യം 504 വീട് പിടിച്ചോ. 504 പിടിച്ചിട്ടില്ലേ, 504 ഘടകക്രിയ ചെയ്താ. ഇതിനാണ് നമ്മൾ ഫാക്ടറൈസേഷൻ എന്ന് പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട്, അതിന് മുമ്പത്തെ ദിവസമൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ പറഞ്ഞ കാര്യമുണ്ട്. ഏതൊക്കെയാ പ്രൈം നമ്പേഴ്സാടാ. പ്രൈം നമ്പേഴ്സ് മാത്രമേ ഇവിടെ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. 504-ൽ 2 എത്ര ഉണ്ട് നിങ്ങൾ പറ. 504 2 കൃത്യമായിട്ട് പോകൂലേ? 2 ഒരു അഭാജ്യ സംഖ്യയല്ലേ? എത്രടാ? 252. 252ലും നമുക്ക് എന്ത് പോകും? 252ലും നമുക്ക് എന്ത് പോകും? 2 പോകും. 252-ൽ എത്ര 2 ഉണ്ട്? 126. 126-ൽ 2 പോവും. 126-ൽ 63. 63-ൽ 2 പോവില്ല, 3 പോവും. 21 3. 21-ൽ 3 പോവും. 7 എണ്ണം. 7-ൽ 3 പോവില്ല, 4 പോവില്ല. 7-ൽ 7 പോവും. ദേ ഇവിടെ 1 കിട്ടുന്നവരെ പരിപാടി ഇതാ തുടർന്നോളാം. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എങ്ങനെയാണ് ഡിസ്കസ് ചെയ്തതെന്നൊക്കെ ഞാൻ പറഞ്ഞ കുഞ്ഞോനെ. ഇനി ഇത് ഡൗട്ട് ഉണ്ടാവരുത്. കണ്ടോ, 504 2 252 എണ്ണം. 252 ഹരിക്കണം 2. 126-ൽ 2. 63-ൽ 3 21 എണ്ണം. 21-ൽ 3 7 7-ൽ 1 കിട്ടുന്നവരെ ഇതാ. എന്നിട്ട് ഈ സാധനം ഒന്ന് മാറ്റിയിരിക്കേ. ഇതാ ഒന്ന് മാറ്റി തന്നുണ്ടേ. 2 ഇൻറ്റു 3 2 ഉണ്ട്, 2 3 ഒരു 7 ഉണ്ട്. 1 എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിങ്ങനെ എഴുതി വെക്കാം. റെഡി. ഇനി അടുത്തത് 540. അതുപോലെ ഇത് 540 ഇതുപോലെ ഒന്ന് ചെയ്തേ. 540-ൽ എത്ര 2 ഉണ്ട്? 54 2 27. അപ്പോൾ 540-ൽ എത്ര 2 ഉണ്ടാവും? 270. 270-ലും 2 പോകൂലേ? എന്ത് സുഖ. നേരെ പകുതി എടുത്താൽ മതി. 270-ൻ്റെ പകുതി. 270-ൻ്റെ പകുതി പറഞ്ഞാൽ 200-ൻ്റെ പകുതി 100. 70-ൻ്റെ പകുതി 35. അപ്പം 135 ആയിരിക്കും. വീണ്ടും 5 കൊണ്ട് പോവല്ലോ. 135-ൽ എത്ര 5 ഉണ്ട്? ഒന്ന് നോക്കാൻ പറ്റുമോ പെട്ടെന്ന്? 135 ഡിവൈഡഡ് ബൈ 5. 5 നോക്കാം, നമുക്ക് 3 നോക്കാം. നിങ്ങളുടെ ഇഷ്ടം. 5 അല്ലേ നമുക്ക് ഏറ്റവും എളുപ്പം അല്ലേ? 135-ൽ 5 കറക്റ്റ് പോവും, 3 പോവും. അതുകൊണ്ട് നമുക്ക് 5 എടുക്കാം. 135-ൽ എത്ര 5 ഉണ്ട്? 100-ൽ 5 20. 35-ൽ 5 7. അപ്പം 27. സംശയം ഉണ്ടെങ്കിൽ 135 ഡിവൈഡഡ് ബൈ 5 ചെയ്ത് നോക്കും കേട്ടോ. ഓക്കെ. 27-ൽ എത്ര 5 ഉണ്ട്? 27-ൽ 5 ഇല്ല, 2 ഇല്ല, 3. പ്രൈം നമ്പേഴ്സ് എടുക്കാൻ പറ്റും. 3 ഉണ്ട്. 27-ൽ 3 9. 9-ൽ 3 3. 3-ൽ 3 1. സെറ്റല്ലടാ, സെറ്റല്ലേ? എന്നിട്ട് നിങ്ങൾ നേരത്തെ എഴുതിയ പോലെതാ ഇത് എഴുതിയത് കണ്ടോ നിങ്ങൾ? ഒന്ന് സൈസ് കുറച്ചേക്കാം നമ്മളല്ലേ. സൈസ് കുറച്ചേക്കാം. ഇതും അതുപോലത്തെ എഴുതിക്കേ. ഇതും അതുപോലെ എഴുതിക്കേ. പറ. 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു എത്ര 3 ഉണ്ടടാ? നോക്ക് കേട്ടോ. നോക്ക്, 2 2 1 5 3 3. ഓക്കെ, റെഡി അല്ലേ? റെഡിയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയാം?
ഇവരെങ്ങനെ എഴുതിയതിന് ശേഷം ഇതിൽ കോമൺ ആയിട്ടുള്ള സംഖ്യകൾ എത്താനുണ്ട് നോക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാം ഇവിടെ 3 2 ഉണ്ട്, പക്ഷെ ഇവിടെ 2 2 ഉള്ളൂ. 2 ആൾക്കാരല്ലേ ഇപ്പുറത്തുള്ളൂ, പക്ഷെ ഇവിടെ 2 3 ആൾക്കാരില്ലേ. അപ്പൊ നിങ്ങൾ 3 ആൾക്കാരെ എടുക്കരുത്, 2 പേരെ എടുക്കാൻ പാടുള്ളൂ. കാരണം ഇവിടെ 2 2 ഉണ്ട്, അതേ 2 2 ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് കോമൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ 2 2 ആൾക്കാരെ എടുക്കാം അല്ലേ. 2 2 ആൾക്കാരെ ഞാൻ അടുത്ത പേജിൽ എഴുതുന്നുണ്ട്. 2 2 ആൾക്കാരതാ അവിടുന്ന് ഇവിടുന്ന് എടുത്താൽ ഇവിടുന്ന് 2 ആൾക്കാരെടുത്തു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ 2⁻² എന്ന് എഴുതാം. ഇതാർക്കും സംശയമല്ലല്ലോ, ഒരേ പൊളി. അങ്ങനെയാണെങ്കിൽ നോക്ക്, ഇനി ഇവിടെ 2 3 ഉണ്ട്, അതേപോലെ ഇവിടെ 2 3 ഉണ്ട്. ശരിക്കും ഇവിടെ 2 3 അല്ല ഉള്ളത്, ഒരു 3 കൂടെ ഏറെ ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല, കാര്യം ഇവിടെ 2 എണ്ണാണുള്ളത്, അതേപോലെ 2 എണ്ണം വെടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ 2 3 ഇവിടുത്തെ 2 3 മാത്രമേ സെലക്ട് ചെയ്യാവൂ. ഓക്കെ, 2 3 അറിയുമ്പോൾ 3ന്റെ സ്ക്വയർ. ഇതല്ലേ, റെഡി അല്ലേ? എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടോ, സാർ ഈ 2 എന്ത് ചെയ്യണം? ഈ 2 ഇനിയിപ്പോൾ ഇവിടെ ഒന്നും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ അത് എടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതില്ലാത്തോണ്ടാ. പിന്നെ 7 ഇവിടെ ഇല്ല, ഇവിടുത്തെ 5 ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടെ 2 2 ഉണ്ട്, അതേ 2 2 ഇവിടെ ഉണ്ട്. ഇവിടെ 2 3 ഉണ്ട്, അതേ 2 3 ഇവിടെ ഉണ്ട്. ഇങ്ങനെ എടുത്ത് എഴുതുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇനി ഒരു പെട്ടിക്കോളാണ് നമ്മളിതിൽ പഠിക്കുന്നത് കേട്ടോ. ഇങ്ങനെ എഴുതിയതിന് ശേഷം ഞാൻ ചെയ്യാൻ നോക്കണേ. ഞാൻ ഒരു പെട്ടി വരച്ചു, എന്നിട്ട് അതിനെന്ത് ചെയ്തു, ഇതിട്ടു, ഒന്നിവിടെ മാറ്റി വെക്കാം. ശേഷം എന്ത് ചെയ്തു, ഇതിന് ഇത് കൊടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഓരോ നമ്പേഴ്സും ഓരോന്ന് ഗുണിക്കുക. 1 എല്ലാത്തിൻ്റെയും ഫാക്ടറായിട്ട് വരത്തില്ലേ, അതുകൊണ്ട് 1 ഇട്ടു. ഇനി നിങ്ങൾ 2ൻ്റെ എഴുതണം. 2ൻ്റെ എങ്ങനെ എഴുതണ്ട അറിയോ? 2⁻² അല്ലേ അവിടെ ഉള്ളത്. അപ്പൊ 2⁻² എന്ന് പറയുമ്പോൾ ശരിക്കും 1നെ ഈ 2⁻2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 2⁻1 ഉണ്ടാവും, പിന്നെ 2⁻2 ഉണ്ടാവും. അതാണ് അർത്ഥം. അതായത് അവിടെ 2⁻2 എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അവിടെ നിങ്ങൾ 2⁻2 നിങ്ങൾ എവിടെ കണ്ടാലും അത് ആദ്യം 2 എഴുതിയിട്ട് പിന്നെ 2⁻2 ആണ് എഴുതേണ്ടത്. ഞാൻ അടുത്ത് പറയുമ്പോൾ മനസ്സിലായിക്കോളും. ഇപ്പൊ 3⁻2 അല്ലേ നിങ്ങളെ കയ്യിലുള്ളത്. മക്കളെ 3⁻2 ആണ് ഉള്ളതെങ്കിൽ അവിടെ പഠിച്ചു വെച്ചോ, അവിടെ 1 ഓൾറെഡി എല്ലാത്തിന്റെ ഘടകങ്ങളായിട്ട് വരും. അതുകൊണ്ട് അതിനോട് എല്ലാ നമ്പറും ഗുണിക്കണം എന്നാണ് അർത്ഥം. അപ്പൊ 2⁻2 എങ്ങനെ വരും? 2⁻2 1 2 2⁻2. അപ്പൊ 3⁻2 വരാം 1, അടുത്ത് 3 കാര്യം ഇവിടെ 3⁻2 ആണ്, അതുകൊണ്ട് 3⁻2 കണ്ട. അപ്പോൾ ചെറുത് ഇങ്ങനെ എഴുതി വെക്കാം. ഇതൊന്ന് പൂരിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഗുണിക്കാം. 1 × 1 ഇവിടെ എഴുതാം. 1 × 1 ആ സാധനം ഇവിടെ എഴുതാം. 1 × 1 എത്രടാ? 1. അതൊരു ഫാക്ടറാണ്. ഈ സംഖ്യകളുടെ ഒരു കോമൺ ഒരു ഫാക്ടറാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത് പറ, ഈ 2ഉം ഈ 1ഉം ഗുണിക്കാം. 2 2 അതിവിടെ ഗുണിക്കാം. സെറ്റ് അല്ലേ? ഓക്കെ, അതുപോലെ അടുത്ത് പറ 1 × 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ചെറുതാക്കി ചെയ്തരാം. 1 × 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 അല്ലേ? 1 × 4 4. ഓക്കെ, അടുത്തത് അതുപോലെ ഓരോന്നും ചെയ്യും. 1 × 3 അത് രണ്ടും ചെയ്താൽ ഇവിടുത്തെ കിട്ടും. അപ്പോൾ 1 3 3. അതുപോലെ അത് ചെയ്യും. 2 × 3 ഇവിടെ ചെയ്താൽ 6 കിട്ടും. 6. അതുപോലെ ചെയ്യും. ഇത് ഗുണിക്കുക. 2ന്റെ സ്ക്വയർ 4 ആണേ. 4 3 ഗുണിക്കാം. 4 3 ഗുണിച്ചാൽ 12 കേട്ടോ. ഞാൻ എഴുതേണ്ട കാര്യമില്ലല്ലോ. നോക്ക്, 2² × 3² വേണമെങ്കിൽ ചെറുതാക്കി ചെയ്താൽ 2² × 3² എന്ന് പറഞ്ഞാൽ 4 × 3 12. അതുപോലെ അടുത്തും ചെയ്യും. പറ അടുത്ത് നോക്ക്, 1 × 3 സ്ക്വയർ. 3ന്റെ സ്ക്വയർ 9 അല്ലേ? അപ്പോൾ 1 × 3 സ്ക്വയർ 9. 1 × 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. ഓക്കെ, അടുത്ത് അതുപോലെ പറ 2 × 3 സ്ക്വയർ. ചെറുതാക്കി തരാം. 2 × 3 സ്ക്വയർ. അപ്പൊ 2 × 3 സ്ക്വയർ 2 × 9 വരും. 18. റെഡിയല്ലേ? നോക്ക്, അതുപോലെ അതും ചെയ്യും. 2 സ്ക്വയറും ഈ 3 സ്ക്വയറും കൂടെ ഇവിടെ കൂട്ടാം. ഓക്കെ, ഗുണിക്കാം. നോക്ക്, ഇത് ഗുണിച്ച് ഇവിടെ കിട്ടി, ഇത് ഗുണിച്ച് ഇവിടെ കിട്ടി, ഇത് ഗുണിച്ച് ഇവിടെ കിട്ടി. അങ്ങനെ ഓരോന്ന് ഗുണിക്ക്. ഇതും കൂടെ ഗുണിച്ചാൽ ഇവിടെയുള്ള നമ്പർ കിട്ടും. ഓക്കെ, ചെയ്ത് നോക്ക്. 3² × 2². 3² 9 × 4 ദാറ്റ് ഈസ് 36. ആൻസർ അവിടെയും കിട്ടി, 36. അപ്പൊ ഏതൊക്കെയാണ് സംഖ്യകൾ എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് പറഞ്ഞാൽ കാണിച്ചതാവേ. 1 സംഖ്യയാണ്, 2 സംഖ്യയാണ്, അതായത് അതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നതാണ്. 4 3 6 12 9 18 36. ഇതൊക്കെ ഇതിന്റെ എന്തായിട്ട് വരും? ചോദ്യം നോക്ക്. മറ്റു പൊതുഘടകങ്ങൾ, അതായത് മറ്റു ലാർജസ്റ്റ് കോമൺ ഫാക്ടേഴ്സ് ആയിട്ട് അതിനെ നമ്മൾക്ക് കണക്കിലെടുക്കാം. അപ്പൊ ഏതൊക്കെയാണ്? 1
ഏതൊക്കെയാണ്? 1, 2, 4, 3, 6, 12, 9. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ഫാക്ടർ ഏതാടാ? 36 ആണ്. 36 ആണ് കേട്ടോ. ആ ഹയസ്റ്റ് ഫാക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? അല്ലെങ്കിൽ ഇതാ ഈ 2ന്റെ സ്ക്വയർ 4 അല്ലേ, ഈ 3ന്റെ സ്ക്വയർ 9 അല്ലേ, 4 9 ഗുണിച്ചാൽ മതി. അത് ഹയസ്റ്റ് ഫാക്ടർ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഹയസ്റ്റ് ഫാക്ടർ ലാർജസ്റ്റ് ഫാക്ടർ എന്നാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പോൾ ലാർജസ്റ്റ് എങ്കിൽ ലാർജസ്റ്റ് കോമൺ ഫാക്ടർ ആയിട്ട് നമുക്ക് അതിൻ്റെ ഉത്തരവും നമുക്ക് ഒരേ പൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. റെഡി ആണോ? നിങ്ങൾ റെഡി ആണോ? അങ്ങനെയാണെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ബാക്കി ക്ലാസ് ലൈവുകളിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഇതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഇതൊന്നും അല്ലട്ടുള്ളത്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഓരോ സെക്ഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഒന്നുകൂടെ കാണാം, വീഡിയോസ് കിടിലമായിട്ട് കാണാം. ഇവിടെ പല കുട്ടികൾക്കും സംശയം ഉണ്ടാകുന്ന ഒരു സെക്ഷൻ ഞാൻ പറഞ്ഞുതരാവേ. സംശയം ഉണ്ടാക്കല്, പല കുട്ടികൾക്കും സംശയം ഉണ്ടാക്കുന്ന ഒരേ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതാ ഈ അതവിടെ എങ്ങനെ കൊടുത്തു എന്നുള്ളതായിരിക്കും സംശയം ഉണ്ടാകുക. 2 സ്ക്വയർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1ഉം 2ഉം 2 സ്ക്വയർ എഴുതണം. കാര്യം ഇവിടെ 2⁻1 കഴിഞ്ഞിട്ടാണ് പിന്നെ 2⁻2 വരുന്നത്. ആ ഒരു ഐഡിയയിൽ എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ എല്ലാ ഒന്നിനെ ഇതിനെ കൊണ്ടൊക്കെ ഗുണിക്കണം. അതുപോലെ 3 സ്ക്വയർ 3ഉം 3 സ്ക്വയർ. ഇനിയിപ്പോൾ 3³ ആണെങ്കിലോ 1ഉം 3ഉം 3 സ്ക്വയറും 3⁻3ഉം ഒക്കെ വരും. ഇനിയിപ്പോൾ വേറൊരു നമ്പർ മാത്രമാണെങ്കിലോ അത് നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ബാക്കി ക്ലാസ്സിലും എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഒരേ പൊളിയായിട്ട് നമുക്ക് ഈ വീണ്ടും പഠിക്കാം. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് അടിക്കണം, അതുപോലെ കമൻറ്റ് ചെയ്യണം. അത്രയ്ക്ക് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് ഈ ഒരു ചോദ്യം. നിങ്ങൾ എക്സാം ഒക്കെ കഴിഞ്ഞാൽ സാറോട് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ, അടിപൊളി ആയിരുന്നോ, ഉഷാറായിരുന്നോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, മീൻസ് നിങ്ങളുടെ ഈ ഡൗട്ട്സ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഏതൊക്കെയാണ് സാറിൻ്റെ ക്ലാസ്സുകൾ എങ്ങനെ ഉണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടായാലും ടഫായാലും സാറോട് നേരിട്ട് തന്നെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയിലൂടെ സാറിന് മെസ്സേജ് അയച്ചിട്ട് പറയാം കേട്ടോ. വൈശാഖ് ജെയർ എന്നാണ് സാറുടെ പേര്, മറന്നുകൊണ്ട. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് വീണ്ടും പഠിക്കാം. ഫുൾ മാർക്ക് തന്നെ നമുക്ക് കിട്ടണം. സാറിൻ്റെ ക്ലാസ്സുകളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം. മറ്റൊരു ക്ലാസ്സുമായിട്ട് സാറ് വീണ്ടും കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ VJR സൈനിങ് ഓഫ്. ബൈ.